നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. റഫയ്ക്ക് നേരെയുള്ള ആക്രമണത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു. ബന്ദികളുടെ കൈമാറ്റത്തിന് ഹമാസുമായി കരാറുണ്ടായാൽ റഫയ്ക്ക് നേരെയുള്ള ആക്രമണം ഉപേക്ഷിക്കില്ലെന്നാണ് നെതന്യാഹുവിന്റെ നിലപാട്. അന്താരാഷ്ട്ര സമ്മർദ്ദത്തെ തങ്ങൾ വകവയ്ക്കുന്നില്ലെന്നും രാജ്യം സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുന്നതായ റിപ്പോർട്ടുകൾ ശരിയല്ലെന്നും നെതന്യാഹു പറഞ്ഞു. ലക്ഷങ്ങൾ അധിവസിക്കുന്ന റഫയ്ക്ക് നേരെയുള്ള ആക്രമണം വൻ പ്രത്യാഘാതങ്ങൾക്കിടയാക്കുമെന്ന് G7 രാജ്യങ്ങൾ ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. മാത്രമല്ല, വടക്കൻ ഗസയിൽ സഹായം ലഭ്യമാക്കിയില്ലെങ്കിൽ ചർച്ചകളിൽ നിന്ന് പിന്മാറുമെന്ന് ഹമാസും നിലപാടെടുത്തു. വെടിനിർത്തൽ കരാർ വൈകുന്നതിൽ പ്രതിഷേധിച്ച് ആയിരങ്ങൾ ടെൽ അവീവിൽ പ്രകടനം നടത്തി. യുദ്ധകാര്യ മന്ത്രിസഭാ യോഗത്തിൽ സ്വന്തം രാഷ്ട്രീയ താൽപര്യം മാത്രമാണ് നെതന്യാഹുവിന് പ്രധാനമെന്നും പ്രകടനക്കാർ കുറ്റപ്പെടുത്തി. തൊഴിലാളി സംഘടനകളെ അണിനിരത്തി ബന്ദിമോചനത്തിനായി അനിശ്ചിതകാല പണിമുടക്ക് സമരം പ്രഖ്യാപിക്കുമെന്നും ബന്ദികളുടെ ബന്ധുക്കൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. റമദാനിൽ പലസ്തീനികളെ ഇസ്രയേൽ പ്രദേശങ്ങളിൽ അനുവദിക്കരുതെന്ന് മന്ത്രി ബെൻ ഗവീർ ആവശ്യപ്പെട്ടിരുന്നു. വിയോജിപ്പുകളെ തുടർന്ന് ചർച്ചകൾക്ക് തിരിച്ചടിയേറ്റെങ്കിലും വെടിനിർത്തൽ ഉടൻ യാഥാർത്ഥ്യമാക്കുമെന്നാണ് ഖത്തർ അറിയിക്കുന്നത്. അതിനുവേണ്ടി എല്ലാ നീക്കങ്ങളും ഊർജിതമായി തുടരുകയാണെന്നും ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ ഥാനി വ്യക്തമാക്കിയത്. ഗസയിൽ എത്തിക്കുന്ന സഹായത്തിന്റെ തോത് അറിയിച്ചാൽ നിലവിലെ തടസ്സങ്ങൾ നീങ്ങുമെന്നും പലസ്തീൻ വിഷയത്തെ യാഥാർത്ഥ്യബോധത്തോടെ വിലയിരുത്തുക പ്രധാനമാണെന്നും അദ്ദേഹം പടിഞ്ഞാറൻ രാജ്യങ്ങളെ ഓർമ്മിപ്പിച്ചു. അതേസമയം റഫയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ ഒളിപ്പിച്ചിരിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കാനും തീവ്രവാദികളെ പിടികൂടാനുമായി ശക്തമായ നടപടി ഉടൻ ആരംഭിക്കുമെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇസ്രയേൽ. ആശ്വാസം തേടി 10 ലക്ഷത്തിലേറെ പലസ്തീൻകാരാണ് റഫേൽ അഭയം തേടിയിരിക്കുന്നത്. ജനനിബിഡമായ ഇവിടെ ആക്രമണം വൻ ദുരന്തമാകുമെന്ന് ലോകാരോഗ്യ സംഘടന നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആക്രമണം ഉണ്ടായാലും അഭയാർത്ഥികൾക്കായി അതിർത്തി തുറക്കില്ലെന്ന നിലപാടിൽ തന്നെയാണ് ഈജിപ്ത്. ഇപ്പോഴത്തെ സംഘർഷത്തിന് കാരണമായ കഴിഞ്ഞ ഒക്ടോബർ 7 ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന് നേതൃത്വം നൽകിയ കമാൻഡർ യഹ്യ സിൻവർ ഖാൻ യൂനുസിലെ ഒരു തുരങ്കത്തിൽ കുടുംബത്തോടൊപ്പം ഒളിച്ചു കഴിയുന്നതിന്റെ വീഡിയോ ഇസ്രയേൽ സേന പുറത്തുവിട്ടിരുന്നു. ഹമാസിന്റെ എസ്ഡൈൻ അൽ ഖ്വാസം ബ്രിഗേഡ് തലവനായ 61-കാരനായ സിൻവർ 23 വർഷം ഇസ്രയേൽ ജയിലിലായിരുന്നു. 2011 ഹമാസ് ബന്ദിയാക്കിയ ഫ്രഞ്ച് ഇസ്രയേലി സൈനികൻ ഗിലാദ് ഷാലിറ്റിനെ മോചിപ്പിക്കുന്നതിന് പകരമായി സിൻവറിനെ വിട്ടയക്കുകയായിരുന്നു. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ബന്ദികളുടെ കൈമാറ്റത്തിന് ഹമാസുമായി കരാറുണ്ടായാലും റഫയ്ക്ക് നേരെയുള്ള ആക്രമണം ഉപേക്ഷിക്കില്ലെന്ന് നെതന്യാഹു വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.